ഹലോ നമസ്കാരം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ അതിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ 4 പച്ചമുളക്, ഒരു 10 അല്ലി വെളുത്തുള്ളി, അല്പം ഇഞ്ചി, അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് അല്പം പുതിനയിലയും മല്ലിയിലയും കൂടെ ഈ ജാറിനകത്തിടാം. അപ്പോൾ എന്നിട്ട് നമുക്കതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി അടിച്ചെടുക്കണം. അപ്പോൾ തന്നെ ഒരു തക്കാളി ചെറിയ പീസാക്കിയത്, 3 സവാള ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പേസ്റ്റാക്കി പേസ്റ്റാക്കിയത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയ ചെമ്മീനാണ്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ പേസ്റ്റാക്കിയത് അല്പം ഇടാം. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇടാം. ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി നമുക്ക് ചേർക്കാം. നമുക്കിനി ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ മുളക് പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 1.5 സ്പൂൺ മുളക് പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ആ പാകത്തിന് ഉപ്പ്, അല്പം ഉപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ ഗരം മസാല നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ 1/2 സ്പൂൺ ഗരം മസാല മതിയാകും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ അതിലേക്ക് അല്പം 1 സ്പൂൺ നാരങ്ങ നീരും കൂടെ നമുക്ക് ഒഴിക്കണം. അപ്പോൾ ഈ മസാലക്കൂട്ടിനകത്തോട്ട് 1 സ്പൂൺ നാരങ്ങ നീര് ഒഴിക്കാം. എന്നിട്ട് ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീനകത്ത് നമ്മൾ ഈ മസാലയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇപ്പോൾ ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ 1/2 കിലോ ചെമ്മീനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ചെറിയ ചെമ്മീനാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രൈ പാൻ നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം. നമുക്ക് തീ കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ചൂടായി വരട്ടെ. ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ചെമ്മീൻ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചെമ്മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ വറുത്ത് കോരിയ എണ്ണയ്ക്കകത്തോട്ട് നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നമുക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ആ സവാള ഇതിനകത്തോട്ടിട്ടു. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇടണം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബിരിയാണി അരി ഇടാം. നമുക്ക് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇടാനായിട്ട് ഒരു 5 ഏലക്ക എടുത്തിട്ടുണ്ട്. കറുകപ്പട്ട, ഗ്രാമ്പു, കുരുമുളക് പൊടി, സർവ്വസുഗന്ധിയുടെ ഇല നമ്മൾ എടുത്തിട്ടുണ്ട്. സർവ്വസുഗന്ധിയുടെ ഇല ഇടുന്നത് നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അല്പം ഉപ്പ് നമുക്ക്
ഇട്ട് കൊടുക്കാം. നമ്മൾ 2 നാഴി അരിയാണ് എടുത്തിരിക്കുന്നത്. അത് 1 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്ത് നമ്മൾ വാരി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ആഡ് ചെയ്യാം. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി നമ്മൾ ആഡ് ചെയ്തു. അല്പം കുരുമുളക് പൊടി നമുക്ക് ഇതിലേക്ക് ഇടാം. 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1.5 സ്പൂൺ ബിരിയാണി മസാല നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ 1.5 സ്പൂൺ മതിയാകും. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി അല്പനേരം നമുക്ക് വയ്ക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഒത്തിരി നേരം അത് വെച്ചിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കരിയാതെ നോക്കണം. അപ്പോൾ അല്പം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇന്ന് അടച്ചു വയ്ക്കാം. അല്പം ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഏകദേശം നമുക്ക് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ കുറച്ച് നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം. ഇവിടെ ബിരിയാണിയുടെ ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണിക്കകത്ത് ഇടാൻ വേണ്ടി നമ്മൾ നെയ്ക്കകത്ത് വറുത്ത് കോരി വെച്ചിരിക്കുന്നതാണ്. കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും സവോളയും നെയ്ക്കകത്ത് വറുത്ത് കോരി വെച്ചിരിക്കുന്നു. അതിൻ്റെ കൂടെ നമ്മൾ മല്ലിയിലയും പുതിനയിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് കോരിയ പാത്രത്തിൽ നെയ്യ് അല്പമുണ്ട്. അതിലേക്ക് നമ്മുടെ റൈസ് നമുക്ക് ഇടാം. അപ്പോൾ പകുതിയോളം റൈസ് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ലെയറിൻ്റെ മുകളിലോട്ട് നമ്മൾ അല്പം കളർ ചേർത്തു. അപ്പോൾ നിങ്ങൾക്ക് കളർ ചേർക്കാൻ താല്പര്യമില്ല, അങ്ങനെ വേണ്ട, അത് കുഴപ്പമില്ല. 2 സ്പൂൺ നെയ്യും നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ചെമ്മീൻ മസാല നമുക്ക് ഫില്ല് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ നമുക്ക് റൈസ് ഇടാം. അപ്പോൾ ഇതിന് മുകളിലേക്ക് നമുക്ക് അല്പം കളർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 2 സ്പൂൺ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ നെയ്യ് വീട്ടിൽ ഉണ്ടാക്കുന്ന നെയ്യാണ്. അപ്പോൾ ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ നെയ്ക്കകത്ത് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിപ്പരിപ്പും നമുക്ക് ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് നെയ്ക്കകത്ത്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുതിനയിലയും മല്ലിയിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിം ഇട്ട് നമുക്ക് അടുപ്പിൽ വയ്ക്കണം. ഒന്ന് ആവി വരണം. ഒരു 5-10 മിനിറ്റ് മതിയാവും. അപ്പോൾ നമുക്കത് അടച്ചു വയ്ക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി
ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി ഒരു പാത്രത്തിനകത്തോട്ട് നമുക്ക് വിളമ്പിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വിളമ്പിയെടുക്കാം. നല്ല ആവി പറക്കുന്ന നല്ല ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്.